ബീറ്റ്റൂട്ട് പച്ചടി എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കുന്നത്. ഇതിനായി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഒരു മീഡിയം സൈസ്ഡ് ബീറ്റ്റൂട്ട് ചെറുതായി അരിഞ്ഞെടുത്തത് ഗ്രേറ്ററിൽ വെച്ച് അരിഞ്ഞെടുത്തത് ഇതിലേക്കിട്ട് നന്നായി ഒന്ന് വഴറ്റാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 2 പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കുറച്ച് നേരം വഴറ്റാം. അതിനിടയിൽ മിക്സിയിലേക്ക് 1 പച്ചമുളക്, 1 ഇഞ്ചോളം ഇഞ്ചി, 1 കപ്പ് തേങ്ങ, 1/2 കപ്പ് വെള്ളം, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം ഇവയെല്ലാം ഇട്ട് അരച്ചെടുക്കാം. ഒത്തിരി പേസ്റ്റ് പോലെ അരയേണ്ടതില്ല. ഒരുവിധം നന്നായി അരഞ്ഞതിന് ശേഷം ആ അരപ്പ് നമുക്ക് ഈ ബീറ്റ്റൂട്ടിലേക്ക് ഇട്ട് ഒരല്പം മിക്സി കഴുകി ആ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം വേവിച്ചെടുക്കാം. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരേക്കും വേവിക്കാം. അതിനുശേഷം ഒരു 1/4 കപ്പ് തൈര്, ഒത്തിരി പുളിയുള്ളതാണെങ്കിൽ 1/2 കപ്പ് മതിയാകും. 1/4 കപ്പ് തൈര് കട്ട ഉടച്ച് ഈ ബീറ്റ്റൂട്ട് വേവിച്ചതിലേക്ക് നമുക്ക് ചേർക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കേണ്ട, നന്നായി ഒന്ന് ചൂടായാൽ മതി. ഉപ്പ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ 1 ഉണക്കമുളക് 4ആയി കീറിയതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് അതൊന്ന് മൂക്കുമ്പോൾ നമുക്ക് ഇതിനെ ആ പച്ചടിയിലേക്കിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. ബീറ്റ്റൂട്ട് പച്ചടി ഓണത്തിനൊക്കെ സദ്യക്കൊക്കെ നല്ല ഒരു പൊലിമ നൽകുന്ന വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.